നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാർട്ടി ഓഫീസ് ശിലാസ്ഥാപന ചടങ്ങിനായി കാസർഗോഡ് എത്തിയ മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം ഇന്ന് രൂക്ഷമായി വിമർശിച്ചത് കോൺഗ്രസിനെ. ഒടുവിൽ പെരിയ ഇരട്ടക്കൊലപാതകത്തെ ആവർത്തിച്ച് തള്ളിപ്പറഞ്ഞപ്പോഴും ഇരട്ടക്കൊലപാതകത്തിന്റെ മറവിൽ അക്രമം നടത്തിയവർക്ക് മുന്നറിയിപ്പ് നൽകാനും മറന്നില്ല. കൊല്ലപ്പെട്ട യുവാക്കളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പ് കാരണം ഉപേക്ഷിക്കുകയും ചെയ്തു. ആത്മാർത്ഥതയോടെയോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അതോ താൽക്കാലിക അടവ് നയം മാത്രമോ? പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അന്വേഷണം ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് ആരോപിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണവും എതിർക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഇന്ന് കേട്ടത് മുന്നറിയിപ്പിന്റെ ഭാഷ കൂടി. എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്ന കെ മുരളീധരന്റെ വാക്കുകൾ സമാധാന രാഷ്ട്രീയത്തിന്റെ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് സ്വീകരിക്കാമോ ഈ സാഹചര്യത്തിൽ? പരിശോധിക്കുന്നു. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. ഞങ്ങൾക്ക് അക്രമം നടത്താൻ ലൈസൻസ് കിട്ടിയെന്ന് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ എഴിഞ്ഞാടിയിട്ടുണ്ട്. അതിനെ ഒന്നിനെയും ആരും തള്ളിപ്പറയുന്നത് കേട്ടില്ല. അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തെടുക്കുന്നത് കാണുന്നത്. ശക്തമായ നടപടി അത്തരം അക്രമങ്ങൾക്കെതിരെയും ഉണ്ടാകും. ഏതായാലും ഷുഹൈബിനെ കൊന്നിട്ട് ഒരു കൊല്ലായി. നിങ്ങൾ ഇതേപോലെയാണ് കൃപേഷിന്റെയും ശരത്തിന്റെയും കാര്യം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാ വാതിലും കുട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഞങ്ങളൊക്കെ ഗാന്ധി ശിഷ്യന്മാരാണ്, സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണോ? ഈ ചോദ്യമാണ് പ്രൈം ഡിബേറ്റ് ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്കും വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും. പ്രൈം ഡിബേറ്റിൽ ചേരുന്നു അതിഥികളായിട്ട് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മാധ്യമപ്രവർത്തകൻ പി ചെക്കുട്ടിയൊപ്പം CPM നേതാവ് KT കുഞ്ഞിക്കണ്ണനെയും പ്രതീക്ഷിക്കുന്നു ചർച്ചയിൽ. പ്രൈം ഡിബേറ്റ് അതിഥികളിലേക്ക് കടക്കുന്നു. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രി കാസർഗോഡ് പറയുന്നു, ഒരവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതുകൊണ്ടൊന്നും തകരുന്നതല്ല പാർട്ടി. കൊലപാതകത്തിന് ശേഷം അക്രമം നടത്താനുള്ള ലൈസൻസ് കിട്ടിയെന്ന് കരുതി കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടി, നേരിടേണ്ടി വരും ശക്തമായ നടപടി. കൊലപാതകത്തെ തള്ളിപ്പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനോട് കുറച്ചധികം ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം ഹീനമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നതെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി. എത്രത്തോളം ആത്മാർത്ഥതയോടെ ഉള്ളതാണ് ആ വാക്കുകൾ എന്ന് കരുതുന്നു? അപർണ, മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അത് മിനഞ്ഞാന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നതിൽ എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് താങ്കളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, അരി തിന്നതുമല്ല മറ്റവരെ കടിച്ചതുമല്ല, പിന്നെയും പിണറായിക്കാണ് മുറുമുറുപ്പ് എന്ന് വേണം പറയാൻ. ഇവിടെ രണ്ട് ചെറുപ്പക്കാരെ, 19ഉം 24ഉം വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഇപ്പോഴും കോൺഗ്രസിൻ്റെ മുകളിലേക്ക് കയറാൻ വരിക മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം 2 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നു. അതെവിടെ നിന്നുണ്ടായി? അദ്ദേഹം ഈ കൊലപാതകം നടന്ന തൊട്ടടുത്ത ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി AKG സെന്ററിൽ നടത്തിയ കൂടിയാലോചനകൾ അഥവാ ഗൂഢാലോചനകൾക്ക് ശേഷം അവരുടെ തിരക്കഥകൾ അനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അതിന് വിരുദ്ധമായി അറസ്റ്റ് ചെയ്യപ്പെട്ട പീതാംബരന്റെ കുടുംബം നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അവിടെ KV കുഞ്ഞിരാമനെ പോലെയുള്ള CPMന്റെ മുൻ MLA പറഞ്ഞു വിട്ട് അവരെയും വറുതിയിലാക്കിയതിനു ശേഷമുള്ള നിവർന്നു നിൽപ്പിൻ്റെ ഭാഷയാണ് നമ്മളിത് കണ്ടത്. ഒരു ഭാഗത്ത് ഞങ്ങൾ ഈ അതിക്രമത്തെ തള്ളിപ്പറയുന്നു, അക്രമത്തെ തള്ളിപ്പറയുന്നു പറയുകയും മറുഭാഗത്ത് അക്രമികളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഭാഷയാണ് മുഖ്യമന്ത്രിയുടേത്. അത് ഈ സംസ്ഥാനത്തിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇവിടെ നമ്മളെന്താ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞങ്ങളിതെല്ലാം അപലപിക്കുന്നു, ഞങ്ങൾക്ക് പങ്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിരവധി തെളിവുകളാണല്ലോ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉപോത്ബലകമായി നേരത്തെ ഉണ്ടായിട്ടുള്ള അവിടെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടായിട്ടുണ്ട് പെരിയയിൽ. ആ കല്യാട്ടുണ്ടായ രാഷ്ട്രീയ സംഘടനവുമായി ബന്ധപ്പെട്ട് VPP മുസ്തഫ നടത്തിയ ജനുവരി 7 നടത്തിയ കൊലവിളി പ്രസംഗം നമ്മൾ കണ്ടു. അവിടെ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവിടുത്തെ MLA പറഞ്ഞ കൈ വെട്ടിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു.
KV കുഞ്ഞിരാമൻ നടത്തിയിട്ടുള്ള കൊലവിളി കണ്ടു. സജി ജോർജ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയായിരിക്കുന്ന ആൾ ഇപ്പോൾ റിമാൻഡിലുള്ള ആളിനെ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അവിടെ പോയി മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടു. ഈ പീതാംബരന്റെ വീട്ടിലേക്ക് മുൻ MLA KV കുഞ്ഞിരാമൻ പോയതായിട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അവരുടെ പാർട്ടിക്കെതിരായി പറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം അവിടെ പോയത് എന്തിനു വേണ്ടിയാണ്? 3 പോലീസ് സംഘങ്ങളെ മാറ്റിയിരിക്കുന്നു. ആദ്യം ഡോക്ടർ ശ്രീനിവാസ് ആയിരുന്നെങ്കിൽ, അതിനുശേഷം ജെയിംസ് ജോസഫ് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് പോലീസ് അന്വേഷണം കൈമാറിയിരിക്കുന്നു. നിരവധി തവണ കണ്ടെത്തിയ ആയുധങ്ങളെ സംബന്ധിച്ച് ഇന്നലെ കണ്ടെത്തിയ ആയുധങ്ങൾ തെറ്റായി അത് ഇത്തരം കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ചതല്ല എന്ന് പൊതുസമൂഹത്തിന് പരസ്യമായി ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ലൈവായി കാണിച്ചപ്പോൾ ഇന്ന് അടുത്ത പ്രതിയുമായി പോയി പുതിയ ആയുധം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കൊലപാതകത്തെ രാഷ്ട്രീയമായി കൊലപാതകികളെ സംരക്ഷിക്കുവാനും കൊലപാതകത്തെ പീതാംബരനിൽ വരെ എത്തിച്ച് അവിടെ വെച്ച് ഈ കൊലപാതകത്തിന്റെ പ്രതികളെ പിടിച്ചു എന്ന് ഇന്നലെ തന്നെ SP പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കാസർഗോഡ് SP പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് പുറകെ പോലീസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ഓർഡർ വരുന്നു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന്. ആ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വരുമ്പോൾ തന്നെ അപ്പുറത്ത് SP പറയുന്നു ഞങ്ങൾ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന്. ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം നിങ്ങൾ പതിവ് പോലെ തന്നെ ആസൂത്രിതമായി ഈ കൊലപാതകം നടത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ അവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ആ കൊലപാതകികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുവാതിരിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന്. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് പ്രതികളുടെ ഈ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുവാൻ തയ്യാറാകണമായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് KV കുഞ്ഞിരാമൻ ഈ പീതാംബരന്റെ വീട്ടിൽ പോയതിനെ കുറിച്ച് ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞില്ലല്ലോ. ഇത്രയും ഒക്കെ ചെയ്തിട്ടും 2 യുവാക്കളെ തല്ലിക്കൊന്നിട്ടും വെട്ടിക്കൊന്നിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി കോൺഗ്രസിന് മേളിൽ കുതിര കയറാൻ വരികയാണ്. ഇദ്ദേഹത്തിന് ഇതിനുള്ള എന്ത് റൈറ്റാണുള്ളത്? ഇദ്ദേഹം ഈ രാഷ്ട്രീയ സംസ്കാരം ഇദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് കാണിച്ചുള്ള രാഷ്ട്രീയ സംസ്കാരം ഏത് ഭാഷയിലാണ് വിശദീകരിക്കേണ്ടത്? അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും കോൺഗ്രസിന് മേൽ കുതിര കയറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തകരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യാനാണ് ശ്രമിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഞങ്ങൾ നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ട് കൂടി തന്നെയാണ്. ഒരു സംശയവും വേണ്ട. റൈറ്റ്. ഞാൻ തിരികെ വരാം. ജ്യോതികുമാർ ചാമക്കാല. ഇപ്പോൾ CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ചിലരുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയാണ് നടന്നത്. അത് സർക്കാരിനും പാർട്ടിക്കും അവഹേളനമുണ്ടാക്കുന്നു. അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. വഴിതെറ്റിയ പാർട്ടിക്കാരുടെ ബന്ധമാണ് ഈ കുറ്റകൃത്യത്തിൽ ഉണ്ടായത് എന്ന് സമ്മതിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ? അതെ, പാർട്ടിയുടെ ഒരു ആശയ കേന്ദ്രീകരണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ വഴിതെറ്റിയ പാർട്ടിക്കാരെന്ന് പറയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൃശ്ശൂർ സമ്മേളനം കേരളത്തിൽ ഈ കക്ഷി രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധപ്പെട്ട് ശാരീരികമായ ഉന്മൂലനം, അത് CPMനെതിരായിട്ട് വലിയ ആരോപണങ്ങളും അക്രമരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാണ് CPM എന്നുള്ള രീതിയിലുള്ള വലിയ അവമതിപ്പും അതിനെതിരായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായാലും അതിനെ സംയമനത്തോടെ വിവേകത്തോടെ നേരിടുകയാണ് പാർട്ടിക്കാർ വേണ്ടത്. ഒരർത്ഥത്തിലും എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയമാണ്. നമ്മുടെ സമൂഹത്തിനകത്ത് വ്യത്യസ്ത താല്പര്യങ്ങളും നിലപാടുകളും ഒക്കെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത വർഗ നിലപാടുകളൊക്കെയായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടാകാം, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം. ആ സംഘർഷത്തെയും ഏറ്റുമുട്ടലുകളെയും ശാരീരികമായ ആളുകളെ, എതിർ പാർട്ടിക്കാരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പാടില്ല. ഇത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എതിരാളികൾ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്നുണ്ടാകാം, ആക്രമിക്കുന്നുണ്ടാകാം, വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടാകാം. പക്ഷെ അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് കൊണ്ടുപോകണം. നമ്മുടെ രാജ്യം തന്നെ ഫാസിസ്റ്റ് ഭീഷണിയുടെ കരുനിലാണ്. അപ്പോൾ ഫാസത്തെ എതിർക്കുന്ന ഒരു പാർട്ടി, എതിരഭിപ്രായങ്ങളോ എതിർ നിലപാടുകളോ ആളുകൾ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ശാരീരികമായി അവരെ ഇല്ലാതാക്കുന്നതിലേക്ക് പോകാൻ പാടില്ല. കഴിഞ്ഞകാല അനുഭവങ്ങളെ കൂടി പരിശോധിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ തന്നെ എതിരാളികൾ, പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യും. ഇതൊക്കെ തന്നെ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രിക്കുന്നതിനിടയാവും. അതുകൊണ്ട് തുറന്നൊരു സമീപനം ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ മൂല്യമുള്ള ആളുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന നിലപാട് ഞങ്ങളുടെ തൃശ്ശൂർ സമ്മേളനം ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ആ രീതിയിലുള്ള ഒരാശയ കേന്ദ്രീകരണമാണ്
രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു സമീപനം ഈ പെരിയയിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യത്തിലായിരുന്നായാലും അത്തരത്തിലുള്ള രണ്ട് ചെറുപ്പക്കാരുടെ ദാരുണമായ ഹീനമായ ഒരു വധത്തിലേക്ക് കാര്യങ്ങൾ പോകരുതായിരുന്നു. അത് വളരെ നിർഭാഗ്യകരമാണ് എന്നൊരു നിലപാടാണ് പാർട്ടിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കുന്നു, അതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം, CPM-ന്റെ ഉന്നത നേതൃത്വം സ്വീകരിക്കുന്ന തീരുമാനം, മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളും അങ്ങനെയാണെങ്കിൽ കൊലപാതകികളുടെ പാർട്ടി ബന്ധത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പരിപൂർണമായും മൗനം പാലിച്ചതെന്ന്? അല്ല, പാർട്ടി ഇതൊരു വിപ്ലവ ബഹുജന പാർട്ടിയാണ്. ഒരു ബഹുജന പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു കേഡർഷിപ്പിന് പുറത്തും ആളുകൾ ഉണ്ടാകാം, അതിൽ ഒരുപാട് വൈകാരികമായ ഇതിനടിപ്പെട്ട ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളുടെ വികാരങ്ങൾക്ക് പാർട്ടി അംഗങ്ങൾ കീഴ്പ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ CPM അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങളൊരു തെറ്റ് തിരുത്തൽ, കഴിഞ്ഞ കാലത്ത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ച പാളിച്ചകളെ ആത്മവിമർശനപരമായിട്ടാണ് പാർട്ടി കാണുന്നത്. ഒരു തെറ്റ് തിരുത്തൽ പ്രക്രിയയിലാണ് പാർട്ടി. അത്തരത്തിലുള്ള ഒരു തെറ്റ് തിരുത്തൽ പ്രക്രിയ പാർട്ടി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യവുമല്ല. കേരളീയ സമൂഹം ഒന്നാകെ അതിന് സന്നദ്ധമാകണം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന് തയ്യാറാവണം. പക്ഷെ നമ്മളിവിടെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെയെല്ലാം തന്നെ എന്താണ്, തങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഇത്തരം ഏർപ്പാടുകളെയും നിലപാടുകളെയെല്ലാം മറച്ചു വെച്ച് അതിനെക്കുറിച്ചൊരു വലിയ അജ്ഞത സൃഷ്ടിച്ചിട്ട് എന്താണ്, വലിയ ധാർമ്മികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM അക്രമികളാണ്, കൊലപാതകളാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അത് ചരിത്രപരമായി ശരിയല്ല. ചരിത്രപരമായി ധാർമ്മികമായി ഞങ്ങളെ എതിർക്കാൻ അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത പല ആളുകളും ഞങ്ങളെ അക്രമ രാഷ്ട്രീയക്കാർ, ഞങ്ങൾ കൊലയാളികളെ സംരക്ഷിക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും അതിന് മറുപടിയായിട്ട് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അത് ചരിത്രത്തെ സംബന്ധിച്ച ഞങ്ങളുടെയും സമൂഹത്തിൻ്റെയും ബോധ്യമാണ്. ചരിത്രം മറന്നുപോകുന്ന ഒരു സമൂഹത്തിനകത്ത് എന്താണ്, മാധ്യമങ്ങൾ അതാത് ദിവസം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ ബോധമായിട്ട് മാറുക. അപ്പോൾ ചരിത്രത്തെ വളരെ പ്രധാനമായിട്ട് കാണുന്ന ആളുകളാണ് ജനാധിപത്യവാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ എങ്ങനെയാണ് തുടങ്ങിയതെന്നൊക്കെ നമ്മൾ പരിശോധിക്കണം കേട്ടോ. 40കൾക്ക് ശേഷം സ്വതന്ത്ര ഇന്ത്യയായതിനു ശേഷം എങ്ങനെയാണ് കേരളത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്, വ്യക്തിപതമടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലി വളർന്നു വന്നത് എങ്ങനെയാണ്, ആ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചരിത്രപരമായി പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞകാല കൊലപാതകങ്ങളുടെ കണക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് സംഭവിച്ചു പോയ പാളിച്ചകളെയോ വീഴ്ചകളെയോ ന്യായീകരിക്കുക എന്നല്ല. അങ്ങനെ ഒരു ന്യായീകരണ യുക്തിയിലല്ല CPM ഇന്ന് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്ട്രഗിളിനെ ഏകോപിപ്പിക്കണം. കേന്ദ്രത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടേതായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം, BJPയെ പുറത്താക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ നയത്തെ, രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ രീതിയിൽ ഉപയോഗിച്ച് എതിരാളികൾ, രാഷ്ട്രീയ ശത്രുക്കൾ CPM-ന്റെ ഇതിനുള്ള ധാർമ്മിക അവകാശത്തെ ചോദ്യം ചെയ്യും. ആ കാര്യത്തിൽ പാർട്ടി സൂക്ഷ്മതലങ്ങളിൽ തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് പാർട്ടിയുടെ നിലപാട്. ഇപ്പോൾ കൊലപാതകികളെ ആരും സംരക്ഷിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഏതെങ്കിലും സംഭവങ്ങളിലെ ഒറ്റപ്പെട്ട കാര്യങ്ങളെ സാമാന്യവൽക്കരിച്ച് കാണേണ്ടതും ഇല്ല. പക്ഷേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അത്രയും ധാർമ്മികത ശരിയാണ്. ഒരു പാർട്ടി നിൽക്കുന്നത് ആ ധാർമ്മിക വശത്തിലാണെന്ന് പറയുന്നു. അപ്പുറത്ത് നടക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗപ്പെടുത്തുന്ന അവരുടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കരുനീക്കങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായല്ല, ഒരു പാർട്ടിയെ മാത്രം പ്രതിനിധാനം ചെയ്തുകൊണ്ടല്ല, അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അല്പം കൂടി ഷാർപ്പായി അദ്ദേഹം ഈ വിഷയത്തിനകത്ത് പറയണമായിരുന്നില്ലേ? പല വിഷയങ്ങളിലും അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ട് പ്രസംഗത്തിന്റെ പകുതിയിൽ കൂടുതൽ ഇതിനുശേഷം കോൺഗ്രസ് എന്തു ചെയ്തു, അവരെ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് വിമർശിക്കുകയായിരുന്നില്ലേ മുഖ്യമന്ത്രി ചെയ്തത്? വലിയൊരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നു, ആ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ടതാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യണമെന്ന് താങ്കൾ തന്നെ പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി അല്പം കൂടി ഷാർപ്പായി ഈ വിഷയത്തിനകത്ത് സംസാരിക്കണമായിരുന്നില്ലേ? കൊലപാതകികൾക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തിനെ കുറിച്ച്, ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം മിണ്ടിയതുപോലുമില്ലല്ലോ. അല്ല, നമ്മളത് അങ്ങനെയല്ല. മുഖ്യമന്ത്രി പെരിയയിലെ കൊലപാതകത്തെ അതിശക്തമായി തുടക്കം മുതൽ തന്നെ അപലപിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി CPM-ന്റെ PB അംഗം കൂടിയാണ്. ആ രീതിയിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് കേരളത്തിലെ ഏതൊരു പൗരനും, അതിൽ കക്ഷിയും മതവും ജാതിയും ഒന്നുമില്ല, ഏതു പൗരനുണ്ടാകുന്ന ദുരന്തവും അപകടവും ജീവഹാനിയും മുഖ്യമന്ത്രിക്ക് അങ്ങേയറ്റം ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പാർട്ടി എന്ന നിലക്ക് അദ്ദേഹം അവിടെ AKG
ഭവന്റെ തറക്കിടൽ ചടങ്ങിൽ നടത്തിയ പ്രസംഗമായിരിക്കും നിങ്ങൾ ഉദ്ധരിക്കുന്നത്. അവിടെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന, ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ഇതിലൊക്കെ നമുക്ക് ലഭ്യമാണ്, നാളെ അച്ചടി മാധ്യമങ്ങളും നമുക്ക് ലഭിക്കും. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഒരു മറയുമില്ലാതെ, കലവറയില്ലാതെ അദ്ദേഹം ഈ സംഭവത്തെ അപലപിക്കുകയാണ് ചെയ്തത്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാത്തതാണ്. ഇത്തരം പ്രവൃത്തികളെ രാഷ്ട്രീയമായി കാണാൻ പറ്റില്ല, രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആശയത്തിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന എതിർപ്പുകളും ഏറ്റുമുട്ടലുകളുമാണ്. അതുകൊണ്ടെന്താണ് അതവിടെ ആയുധമല്ല, ആശയപരമായി നമ്മൾ ശക്തിപ്പെടുകയും ആശയധീരത കൊണ്ട് എതിരാളികളെ തോൽപ്പിക്കുകയും ചെയ്യണം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. പ്രതിരോധത്തിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശനം നടത്താനുള്ള തീരുമാനം അദ്ദേഹം എന്തുകൊണ്ട് റദ്ദാക്കി? അത് നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അതിന് ആ ഒരു ആരോപണം കൂടെ ഉന്നയിച്ചതാണ്. അതിന്റെ ഒരു ഉത്തരം കൂടെ പറഞ്ഞ ശേഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകേണ്ടത്. ഇല്ല, അദ്ദേഹം പോകാനായിട്ടാണ് അവിടെ പോയത്. പക്ഷെ അവിടെ അന്വേഷണത്തിൽ പ്രാദേശിക പാർട്ടി നേതൃത്വം, അത് നിങ്ങൾക്കറിയാമല്ലോ, പെരിയ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഭൂരിപക്ഷ പ്രദേശമാണത്. പരമ്പരാഗതമായി വലതുപക്ഷ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ് ഇതുപോലുള്ള ദാരുണമായ ഒരു പരിണതിയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മുടെ പാർട്ടിയുടെയും തന്നെ അന്വേഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ റിപ്പോർട്ടിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വീട് സന്ദർശിച്ചാൽ അവിടെ പ്രകോപനം ഉണ്ടാവും. അങ്ങനെ പ്രകോപന അന്തരീക്ഷം ഉണ്ടാകേണ്ടതില്ല. മന്ത്രിസഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ചന്ദ്രശേഖരൻ അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അതുവഴി എന്താണ്, സർക്കാരിൻ്റെ ഒരു പൊസിഷൻ ആ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക തന്നെയാണ്. അത്തരം ദുരന്തങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്ന മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കപ്പെടാൻ പാടില്ല. അവരുടെ തെറ്റായ രാഷ്ട്രീയത്തെയും വീക്ഷണങ്ങളെയും ഒക്കെ നമുക്ക് എതിർക്കാം, അത് തുറന്നു കാണിക്കാം. അല്ലാതെ ശാരീരികമായി ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളത് പാർട്ടിയുടെ അസന്ധിഗ്ധമായ നിലപാടാണ്. ആ നിലപാട് ഈ സംഭവത്തിന് ശേഷം എല്ലാ പ്രസ്താവനകളിലും എല്ലാ പ്രതികരണങ്ങളിലും മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ വെറുതെ കുറ്റവാളിയാക്കി ആക്ഷേപിച്ച് അദ്ദേഹം ഷാർപ്പായ നിലപാടെടുത്തില്ല എന്നുള്ള രീതിയിൽ അത് കാണരുത്. കൃത്യമായ നിലപാടാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആശയധീരതയോടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തെറ്റ് തിരുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ തുടക്കം മുതൽ ഈ വിഷയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇന്ന് നടന്നത് ഒരു രാഷ്ട്രീയ പ്രോഗ്രാമാണ്. അപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നത്. തിരുത്തേണ്ടത് പാർട്ടിയെ, CPM-നെ തിരുത്താൻ ധാർമ്മികതയുള്ള രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചില്ല? പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൃത്യമായ എതിർപ്പുണ്ടായിരുന്നു. ഒരു സമാധാന പ്രശ്നമുണ്ടാക്കാൻ മന്ത്രിസഭാംഗം ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായ അക്കമിട്ട് CPM അംഗം വിശദീകരിക്കുമ്പോൾ അത് ന്യായീകരിക്കാവുന്നതാണ്. ഇന്നലെ CPI-യുടെ മന്ത്രി, LDF-ലെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള റവന്യൂ മന്ത്രി ഇന്നലെ അവിടെ സന്ദർശിച്ചിരുന്നല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? ഇത്തരത്തിൽ 2 യുവാക്കൾ കൊല്ലപ്പെട്ട വീട്ടിലേക്ക് അവരുടെ ദുഃഖത്തിൽ, അവരുടെ രക്ഷിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ആരെങ്കിലും ചെന്നാൽ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ? ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. ഇവിടെ വീണ്ടും ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമമാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിടെ പോകാൻ പാടില്ല. 1. 2, ഇന്നലെ ശ്രീ ചന്ദ്രശേഖരൻ അവിടെ പോയതുമായി ബന്ധപ്പെട്ട് LDF-ന്റെ കൺവീനർ എന്താ പറഞ്ഞേ? അത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി പോയതിനെ ന്യായീകരിച്ചുകൊണ്ട്, മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ കാനൻ രാജേന്ദ്രൻ വന്നു. അപ്പോൾ ഇവിടെ LDF-ൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ഇന്നലെ മുതൽ നിൽക്കുന്നു. CPM ഒരു ഭാഗത്തും CPI മറുഭാഗത്തുമായി നിൽക്കുന്നു. അപ്പോൾ ആ കൊല്ലപ്പെട്ട യുവാക്കളുടെ വീടുകൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഈ മുന്നണിയിൽ തർക്കം നിൽക്കുന്നു. ഘടകകക്ഷികൾ CPM-നെതിരായി തിരിഞ്ഞിരിക്കുന്നു. അതാണ് അതിനകത്തെ രാഷ്ട്രീയം. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി ഇന്ന് പോയാൽ അവിടെ പാർട്ടിക്കാർക്ക് ക്ഷീണമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ ക്ഷീണമില്ലായ്മയാണ് പ്രശ്നം. രണ്ട് ചെറുപ്പക്കാരുടെ ജീവനല്ല പ്രശ്നം. അതിനകത്ത് അദ്ദേഹം ഒഴുക്കുന്ന മുതലക്കണ്ണീരല്ലായിരുന്നെങ്കിൽ ഒരു നിമിഷം അദ്ദേഹം ആ വീട്ടിൽ നിന്ന് കയറുമായിരുന്നല്ലോ. വേണ്ട, നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ശരി, വാദത്തിന് വേണ്ടി KP കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഞാൻ അംഗീകരിച്ചിരുന്നു. ഒന്ന് ഫോണിൽ വിളിക്കാൻ. എന്ത് ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടാകുന്നത്? ആ 2 പിതാക്കന്മാരെ ഒന്ന് ഫോണിൽ വിളിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? എന്തേ കഴിഞ്ഞില്ല? എന്നിട്ട് വേണ്ടേ നിങ്ങൾ പറയുന്നതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? ഇന്നെന്താ KV കുഞ്ഞിരാമൻ പറഞ്ഞിരിക്കുന്നത്? KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നടക്കുന്ന അക്രമങ്ങളുടെ കൊടും ക്രിമിനലാണ് സൈത്തുലാൻ എന്നാണ്. നിങ്ങൾ പറയൂ, എത്ര കേസുണ്ട് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, എത്ര കേസുണ്ട് ശ്രീ സൈത്തുലാനെതിരായിട്ട്? ഒരു കേസുണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്നു. മറിച്ച് കൊടും ക്രിമിനലായ
ഈ പറയുന്ന നിങ്ങളുടെ ഈ കൊലപാതക കേസിലെ പ്രതിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നത് ഇതേ കെ വി കുഞ്ഞിരാമനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂരിൽ ജയരാജന്മാരാണെങ്കിൽ, കോഴിക്കോട് കാരായിമാരാണെങ്കിൽ, കാസർഗോഡ് ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്നത് പരിപൂർണമായും ഈ കുഞ്ഞിരാമന്മാരാണ്. അവിടുത്തെ രാക്ഷസന്മാരായി മാറുന്നു കുഞ്ഞിരാമന്മാർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾ കൊലപാതകം നടത്തുക മാത്രമല്ല, ആ കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിൽ, ആ പാർട്ടിക്കാരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും മാറുന്നു. നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾ ഈ പറയുന്നതിൽ? നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഒരാളെ പുറത്താക്കി, പീതാംബരെ പുറത്താക്കുന്നു, ഉടനെ ആയുധങ്ങൾ അപ്പുറത്തെ പൊട്ടക്കെട്ടിൽ നിന്ന് കണ്ടെത്തുന്നു, അതിനകത്ത് രക്തക്കറയില്ല എന്ന് പറഞ്ഞപ്പോൾ, തുരുമ്പെടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പുതിയൊരെണ്ണം കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ആരുടെ മുമ്പിലാണ് ഈ നാടകം കളിക്കുന്നത്? ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു CBI എൻക്വയറി നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയുള്ള ധാർമ്മിക രോഷം? എന്തിനെ നിങ്ങൾ ഭയക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ പോലീസ് അങ്ങ് പെർഫെക്റ്റ് ആണെന്ന്. നമുക്ക് എത്രയോ കേസുകളുണ്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഞാൻ പഴയ കഥകളിലേക്ക് ഒന്നും പോകുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, പൂർവ്വകാലം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പോയാൽ അങ്ങ് പറഞ്ഞതൊന്നും അല്ല വാസ്തവമെന്ന് ഞാൻ തന്നെ തെളിയിക്കേണ്ടി വരും. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങേക്ക് അറിയാമോ? ഈ സർക്കാർ വന്നതിന് ശേഷം ഇന്ന് കോൺഗ്രസിനെതിരെ ഇത്രയും ധീരമായി സംസാരിച്ചല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി. ഈ സർക്കാർ ഇവിടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം കേരള സ്റ്റേറ്റിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സംഘടനകളിൽ 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 പേർ CPM-കാരാണ് സമ്മതിക്കുന്നു, 3 പേർ കോൺഗ്രസ്സുകാരാണ്, 2 പേർ IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്, ഒരാൾ CPM-ൽ നിന്ന് പാർട്ടി മാറിയതിന്റെ പേരിൽ ഈരാറ്റുപേട്ടയിൽ കൊല്ലപ്പെട്ട നസീറാണ്, 11 പേർ RSS BJP പ്രവർത്തകരാണ്. പ്രതികളോ 16 കേസിലെയും പ്രതികൾ CPM-കാരാണ്, 2 കേസിലെ പ്രതികൾ RSS CPM-കാർ BJP-കാരാണ്, 2 കേസിലെ പ്രതികൾ SDPI-കാരാണ്. അപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകരെ കൊന്നാൽ ആരും പ്രതികരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അഭിമന്യുവിനെ കൊന്നപ്പോ, ഒറ്റ കുത്തിന് കൊന്നപ്പോ കേരള ജനത ഒന്നടങ്കം പ്രതിഷേധിച്ചവരാണ്. അങ്ങ് മറന്നുപോയോ? ഓർമ്മിക്കണത്. ഞാൻ തിരികെ വരാം. ശ്രീ NP ശേഖുട്ടി, തലകുനിക്കുന്നു ജനങ്ങളുടെ മുന്നിൽ, നടന്നതൊരു ഹീനമായ കാര്യം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിട്ട് നിന്ന് അദ്ദേഹം ഒരു കാര്യം പറയുന്നു. പക്ഷേ കൊലപാതകികളുടെ പാർട്ടി ബന്ധത്തിൽ കൃത്യമായ മൗനമാണ് മുഖ്യമന്ത്രി പാലിച്ചത്. ധാർമ്മികത ഇല്ലാത്ത മറ്റു വിഭാഗങ്ങൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ദുരുപയോഗം ചെയ്യാൻ തലകുനിച്ചു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വരിക, അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് CPM നേതാക്കൾ പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു താൽക്കാലിക അടവ് നയം മാത്രമാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രി ആ ഒരു വിഷയത്തിൽ എല്ലായ്പ്പോഴും ഇടപെടുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ പദവിയും തൻ്റെ ഉത്തരവാദിത്വങ്ങളും മറന്നുകൊണ്ട് പെരുമാറിയതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ കാസർഗോഡുണ്ടായ വിഷയത്തിൽ അദ്ദേഹം കുറെ കൂടി എന്താ പറയുക, ഈ സന്ദർഭത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം വേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഒരു കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമായിട്ടല്ല, മറിച്ച് കേരളീയ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു ക്രിമിനൽ വൽക്കരണമുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകമാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ കല്യാട്ടുണ്ടായിരിക്കുന്ന ഇരട്ട കൊലപാതകം, അത് ഏതെങ്കിലും ഒരു 2 3 പേര് ചേർന്നിട്ട് പെട്ടെന്ന് നടത്തിയൊരു കൊലപാതകമല്ല, നമുക്കൊക്കെ ആലോചിച്ചറിയാം, അത് നടക്കില്ല. ഉണ്ടായിരിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുള്ള ചില ആസൂത്രണം നടന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നടത്താൻ ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ വന്ന ആളുകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു കയറിയതാവാം, അല്ലെങ്കിൽ പാർട്ടിയിൽ വന്നതിന് ശേഷം ഈ മാഫിയ സംഘങ്ങളുമായിട്ടും ഗുണ്ടാ സംഘങ്ങളുമായിട്ടും ബ്ലേഡ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോലീസിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു പുതിയ സംഘമായിരിക്കാം. ഏതായാലും ശരി, ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത ഒരു ക്രിമിനൽ വൽക്കരണം നമ്മുടെ സമൂഹത്തിലുണ്ടായത് അത് കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം ഒരു പ്രശ്നമാണ്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി അതിനെ കാണുകയും ആ കൊലപാതകത്തെ ശക്തമായിട്ട് അപലപിക്കുകയും അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ അദ്ദേഹം പരസ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അദ്ദേഹം പ്രസ്താവന ഇറക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു വരുന്ന സമയത്ത്
ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറയേണ്ടതാണ്. എവിടെയെങ്കിലും പെശകൾ ഉണ്ടായിട്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പെശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജനകീയ ഐക്യനിര, ഈ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ഒരു പുതിയ ജനങ്ങളുടെ ഒരു മുന്നണി ഉണ്ടാക്കിയെടുക്കുന്നതിന് അദ്ദേഹം തയ്യാറാവേണ്ടതായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രോആക്റ്റീവായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ പ്രതിസന്ധിയെ വേണ്ട വിധം അഡ്രസ്സ് ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെടുകയാണ് എന്ന ഒരു തോന്നലാണ് എനിക്ക് അതുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ശക്തമായ നിലപാടെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ക്രിമിനലുകൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് പരസ്യമായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാളെയും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയോ പിന്തുണ കിട്ടുകയില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞതിൽ എന്താ തടസ്സമുള്ളത്? തീർച്ചയായും പ്രചരണ ജാഥ പോലും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ CPM എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെ ഒഴിപ്പിക്കും CPM ഈ ബാധ? ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾക്ക് CPM പ്രതികൾക്ക് നിയമസഹായവും സാമ്പത്തിക സഹായവും നൽകുന്ന കാഴ്ച കേരളം കാണാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തള്ളിപ്പറയിൽ എത്രത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്നത് പോലെ, കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയോ? ഈ അന്വേഷണത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനിലും 6 പേരിലും തീർന്നോ പ്രതികൾ? കേരള പോലീസ് ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് ഈ കേസ് അന്വേഷിച്ചത്, കുറ്റവാളികളെ പിടികൂടിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവൊക്കെ ആരോപിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ കൂടാലോ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കും. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. CBI അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. CBI എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് നമ്മുടെ രാജ്യത്തെ ഒരു കുറ്റാന്വേഷണ ഏജൻസിയാണ്. ആ ഏജൻസിയെ നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലീന ചരിത്രത്തിൽ എങ്ങനെയാണ് BJP ഉപയോഗിക്കുന്നതെന്നും താങ്കൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അലോക് വർമ്മക്കൊക്കെ ഉണ്ടായ അനുഭവം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, CBI അന്വേഷണം എന്ന് പറയുന്നത് CPMനെ ടാർഗറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്നതിലപ്പുറത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ കണ്ടെത്തുക എന്നതല്ല. അത് കേരള പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ, ഇപ്പം ഞാനും ചെക്യൂരിറ്റിയും പങ്കെടുത്ത മിനിഞ്ഞാത്ത ചർച്ചയിൽ അജയ് തറയിൽ തന്നെ അത് വ്യക്തമാക്കി. പോലീസ് സ്വതന്ത്രമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്ന കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹത്തിന് ആകെ സമാധാനമുള്ളത് ഈ സർക്കാരിന് അത്ര വഴങ്ങിക്കൊടുക്കുന്ന ഒരു പോലീസ് സംഘമല്ല ഈ കേസ് അന്വേഷിക്കുന്നത്. അതെന്തോ ആവട്ടെ, പോലീസിന് സ്വതന്ത്രമായി അന്വേഷിക്കാം. സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ കണ്ടെത്താം. ക്രൈംബ്രാഞ്ചിന് ഇതിനപ്പുറത്തുള്ള എന്തെങ്കിലും കണ്ണികൾ ഉള്ളാലോചനുണ്ടെങ്കിൽ അതും അന്വേഷിക്കാം. CBI എന്ന ആ മുദ്രാവാക്യത്തോട്, ആവശ്യത്തോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ കാണുന്നൊരു വിഷയമാണ്. ഇവിടെ പ്രശ്നം ഈ കേരളം പോലൊരു സമൂഹത്തിനകത്ത് ചരിത്രപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയ സംഘടനകൾ വ്യക്തിബോധത്തിലേക്കൊക്കെ എത്തുന്നതെന്ന്. ഒരു സംശയമില്ല. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1940-കൾക്ക് ശേഷം ആണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ ജന്മിവർഗങ്ങളുടെ ഗുണ്ടാസംഘങ്ങളായിട്ട് മാറുന്നത്. ഈ വടക്കൻ മലബാറിൻ്റെ സാമൂഹ്യ ചരിത്രം പരിശോധിക്കുന്ന എല്ലാ ആളുകൾക്കും അതറിയാം. ജന്മി സംഘങ്ങളുടെ ആളുകളായിട്ട് മാറുകയും പഴയ കൊളോണിയൽ വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഒറ്റഘട്ടത്തിൽ ജന്മിത്തതിരായിട്ട് സ്ത്രീകൾ വന്നപ്പോൾ ആ സ്ത്രീകൾ നടത്തുന്ന കർഷക പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് തിരിയുകയാണ്. അങ്ങനെയാണ് ദാരുണമായിട്ട് മൊയാരത്ത് ശങ്കരനെ പോലുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കേരളം നൽകിയ ഏറ്റവും വലിയ സംഭാവന, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അടിച്ചു കൊല്ലുന്നത്. അതിനുവേണ്ടി ദേശരക്ഷാസംഘം പോലുള്ള വളണ്ടിയർ സേനകൾ തന്നെ കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നു നമുക്കറിയാം. അതിൻ്റെയൊക്കെ തന്നെ ഒരു അനുശൂതിയിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങളെല്ലാം വ്യക്തിബോധത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ലോകം മാറുകയാണ്, നമ്മുടെ സമൂഹവും മാറുകയാണ്. 40-കളിൽ നിന്നും 50-കളിൽ നിന്നും 60 സംസ്ഥാന പോലീസിനെ ചുരുക്കി കാണുന്നില്ല. പക്ഷേ വിഷയം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, സംസ്ഥാന പോലീസിനെ ചുരുക്കി കാണുന്നില്ല. പക്ഷേ കൃത്യമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒന്ന് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. TP കേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ശബരിമലയാണെങ്കിൽ CPM പ്രതിക്കൂട്ടിലാകുമ്പോഴെല്ലാം കൊണ്ടുവരുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു. രണ്ടാമത്തെ, നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആരോപണം തന്നെ നേരത്തെ ഉന്നയിച്ചതാണ്. താങ്കൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു. കൃത്യമായ രീതിയിൽ
ഈ ആരോപണം CPM-ന്റെ MLA-ക്ക് എതിരെയുണ്ട്, മുൻ MLA-ക്ക് എതിരെയുണ്ട്. എന്തുകൊണ്ട് പെരിങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിൽ നിന്ന് MLA പിൻവാങ്ങി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച്, സംസ്ഥാന സർക്കാരിന്റെ പോലീസാണ്. സ്വന്തം പാർട്ടിയുടെ MLA-ക്കെതിരെ ആരോപണം ഉയരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയോ എന്ന ചോദ്യം സ്വാഭാവികമാകും. അല്ല, ഈ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് എല്ലാ കാര്യത്തിലും ഇത്തരം ആരോപണം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട ഷുഹൈബ് വധത്തിൽ P. ജയരാജനെ പ്രതിയാക്കിയത് കേരള പോലീസാണ്. പിന്നീട് BJP-യും കോൺഗ്രസും ഒരുപോലെ എന്താണ് CBI ആ കേസ് വിടണമെന്ന് വാദിക്കുകയും CBI അന്വേഷിക്കുകയും ചെയ്തു. ഇപ്പോൾ CBI ഉണ്ടാക്കിയ കുറ്റപത്രത്തിൽ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് P. ജയരാജനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? അപ്പം നമുക്കറിയാം, ബാലിശമായ ഒരു കുറ്റാന്വേഷണത്തിൽ കൃത്യമായ നമ്മൾ എവിഡൻസ് ആക്ടൊക്കെ പറയുന്നത് കൃത്യമായ ഒരു തെളിവ് പോലും ശേഖരിക്കാൻ കഴിയാതെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ് കേസുകൾ. അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ രാഷ്ട്രീയ സംസ്കാരം നമുക്ക് കേരളത്തിൽ വളരെ നന്നായിട്ട് BJP-യും കോൺഗ്രസും ഒത്തുചേർന്ന് കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വിഷയം അതല്ല. പീതാംബരൻ ഉൾപ്പെടെയുള്ള അതേ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒട്ടും വൈകാതെ അറസ്റ്റ് ചെയ്യുകയും ഈ സംഭവത്തിൻ്റെ പങ്കാളികളായ വിഭാഗങ്ങളെയെല്ലാം തന്നെ പോലീസ് തേടി പിടിക്കും. ആദ്യത്തെ ദിവസം ചർച്ചയിൽ എന്താ പറഞ്ഞത്? പാർട്ടി ഗ്രാമങ്ങളിൽ പോയി വിളിച്ചിരിക്കുകയാണ്, ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തു, കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു, ഏറെക്കുറെ ഈ കാര്യവുമായിട്ട് തെളിവുകൾ വന്നിരിക്കുന്നു. മറ്റേത് രാഷ്ട്രീയമാണ്. ഈ അവിടുത്തെ ഇപ്പോഴത്തെ MLA-യും നേരത്തെ MLA-യും ഒക്കെ ഈ സംഭവമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ളത്. അവിടെ എത്രയോ കാലമായി നിൽക്കുന്ന ഒരു സംഘർഷമാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണത്. വനിതാ മതിലിന്റെ സമയത്ത് പോലും അവിടെ അയ്യപ്പ കർമ്മസമിതിയായിട്ടും കർമ്മസേനയായിട്ടൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരുന്നൊരു സ്ഥലമാണ്. അവിടെ നിരന്തരമായ സംഘർഷമുണ്ട്. ആ സംഘർഷങ്ങളെയെല്ലാം തന്നെ രണ്ട് ചെറുപ്പക്കാരുടെ വധത്തിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന ഒരു സംശയവുമില്ലാത്ത നിലപാട് ആണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ അവിടെ സംഘർഷമുണ്ട്, അവിടെ കുഴപ്പങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു പൊതു അന്തരീക്ഷം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു മുൻ MLA KV കുഞ്ഞിരാമൻ നടത്തിയ ഒരു പ്രസ്താവന ഈ സംഭവമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ആ പ്രദേശത്ത് പ്രവർത്തിച്ചു പോകുന്ന പാർട്ടികളാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യമുണ്ടായ ആരോപണം കൃത്യമായി തള്ളിപ്പോയിരിക്കുന്നു, അറസ്റ്റ് നടന്നിരിക്കുന്നു, അതായത് പോലീസ് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ വരുന്നു. പിന്നെ MLA-മാർക്കെതിരെയും മുൻ MLA-ക്കെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെ തൊട്ടാകെ കൃത്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ CBI ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസ് ആണോ CBI വന്ന് ഈ കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത്? കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു CPM. മറുപടി പറയാം അപർണ, ഒരു നിമിഷം. ഇവിടെ ഈ കേസ് കൊലപാതകം നടന്ന് തൊട്ടടുത്ത ദിവസം നമ്മളാരുമല്ല പറഞ്ഞത്, കണ്ണൂർ SP തന്നെ, കാസർഗോഡ് SP തന്നെയാണ്, ഡോക്ടർ ശ്രീനിവാസ് തന്നെയാണ് പറഞ്ഞത്, ഇതിനകത്ത് പ്രൊഫഷണൽ കില്ലേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്, പലരും സംസ്ഥാനം വിട്ട് പുറത്തു പോയിരിക്കുന്നു, കർണാടകയിലേക്ക് കടന്നതായി വിവരമുണ്ട്, കർണാടക DGP-യുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരാരൊക്കെ ഏതൊക്കെ വാഹനങ്ങളിലാണ് വന്നിരുന്നത്? അതിൽ നിന്നെല്ലാം മലക്കം പറഞ്ഞു. എപ്പോഴാണ്? AKG സെന്ററിൽ നിന്ന് പറയുന്നു പീതാംബരന്റെ നേതൃത്വത്തിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്, അതിന് മുകളിലേക്ക് ആരും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടോ കൊലപാതകവുമായോ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് AKG-യിൽ നിന്ന് തിട്ടൂരം വരുമ്പോൾ അതേ SP തന്നെ തിരുത്തി പറയുന്നു, ഞങ്ങൾ എല്ലാവരെയും പിടിച്ചു എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളായി പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്കറിയാം. ഒന്ന്, ഇനി അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ CBI അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വേവലാതി. കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് 4 കേസുകളിൽ CBI അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലാണ്. ചിലതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. P. ജയരാജനെതിരെ ഉൾപ്പെടെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരിയിൽ ഷുക്കൂറിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ പറയുന്നല്ലോ നിർബന്ധിച്ചാണ് CBIക്ക് അന്വേഷണം വിട്ടതെന്ന്. അരിയിൽ ഷുക്കൂറിൻ്റെ കേസിൽ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ UDF-ന്റെ സർക്കാരിന്, ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു നിലപാടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ ക്യാബിനറ്റ്, മന്ത്രിസഭ അത് തീരുമാനിച്ച് ആവശ്യമായി കേന്ദ്രത്തെ അറിയിക്കുന്ന നിലപാട് അരിയിൽ ഷുക്കൂറിൻ്റെ കേസിലോ നടത്തി. പക്ഷേ CBI ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അന്ന് UPA തന്നെയായിരുന്നു അവിടെ കേന്ദ്രത്തിലുണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലായത്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ്, മാറുന്ന സമയത്താണ്. ഏതായാലും കോൺഗ്രസിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ CBIക്ക് വിടില്ലായിരുന്നു. CBIക്ക് എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഏറ്റെടുക്കില്ലായിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് തിരക്കുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു.
കോടതി നിർബന്ധ ബുദ്ധിയ പറഞ്ഞതിന് ശേഷമാണ് ആ കേസ് ഏറ്റെടുത്തത്. അവിടെയാണ് 118 വകുപ്പ് അനുസരിച്ചുള്ളത് 120B ഇപ്പോൾ ശ്രീ പി ജയരാജനെതിരെ കൊലക്കുറ്റത്തിന് കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാരും നിർബന്ധിച്ച് ഏൽപ്പിച്ചതല്ല എന്ന് മാത്രം ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇനി നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാടിനെ കുറിച്ചൊക്കെ നിങ്ങൾ തീർത്ത് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അതിനകത്തൊക്കെ മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ഉൾപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ മറിച്ചൊരു കാര്യം, ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് പോകില്ല. ശ്രീ കുഞ്ഞനെ തന്നെ കോടതി ശിക്ഷിച്ചിട്ട് നിങ്ങളത് അംഗീകരിക്കുന്നില്ലല്ലോ. അന്വേഷണം അവിടെ നിൽക്കട്ടെ, ആരന്വേഷിച്ചു എന്നുള്ളതല്ല, കുഞ്ഞനെ തന്നെ കോടതി ശിക്ഷിച്ചിട്ട് പോലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്ത് ധാർമ്മികതയുടെ മേലിലാണ്? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം നിങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും, അങ്ങ് മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ MLA വിട്ടുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ള അങ്ങയോട്. ഈ പ്രശ്നം ഒന്നുമില്ല, പീതാംബരൻ്റെ കോൾ ഡീറ്റെയിൽസ്, മൊബൈൽ കോൾ ഡീറ്റെയിൽസ്, ആ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ മുതലുള്ള കോൾ ഡീറ്റെയിൽസ്, തൊട്ടടുത്ത ദിവസം ഏറ്റവും അവസാനം വിളിക്കുന്നത് വരെയുള്ള കോൾ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പുറത്തു വിടാമോ? ഒരു പ്രശ്നമില്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമ്മൾ സംസാരിച്ചാൽ മതി. അങ്ങൊന്ന് പുറത്തു വിടാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയോടൊന്ന് പറയുക. കഴിയില്ല. അവിടെയൊക്കെ അത്തരം കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ ഗൂഢാലോചന ആരൊക്കെ ഉണ്ട്, ഇത് തെളിഞ്ഞേ മതിയാവൂ. ഇത് തെളിയണമെങ്കിൽ സ്വാഭാവികമായും IG ശ്രീജിത്തിനെ പോലുള്ള ആൾ അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് നമുക്കറിയാം. വരാപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്, ശബരിമലയിൽ നമ്മൾ കണ്ടതാണ്. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് അദ്ദേഹം. അദ്ദേഹം എന്തും ചെയ്യും. ഈ സർക്കാരിനെ സംരക്ഷിക്കാൻ ഉത്തമ ബോധ്യമുള്ള ഒരു IPS ഓഫീസറെ തിരക്കിയപ്പോഴാണ് ശ്രീജിത്തിനെ കിട്ടിയത്. അതുകൊണ്ടാണ് 2 SP-മാരെ ഓവർ റൂൾ ചെയ്തിട്ട് 2 SP-മാരിൽ നിന്നും പിന്നെ പോലീസിന്റെ കേസ് അന്വേഷണം മാറ്റിയിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതും അതിൻ്റെ അന്വേഷണ തലവനായി ശ്രീജിത്തിനെ വെക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയർ അല്ലേ? ഈ കൊലപാതകത്തിൽ ഗൂഢാലോചനയുണ്ട്. ഇത് ആക്സിഡന്റലായിട്ടുണ്ടായിട്ടോ, ഇതല്ലോ ഒരു മർഡർ അല്ലല്ലോ, ഇത് വെൽ പ്ലാൻഡ് മർഡർ അല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഈ ഒരു ഒറ്റപ്രതി മാത്രമേ ഉള്ളൂ? സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞാൻ തിരികെ വരാം. ശ്രീ NP ശേഖുട്ടി, അതായത് CPM-നെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ CPM തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രചാരണ ജാഥ തുടങ്ങിയിരിക്കുന്നു. ആ ജാഥയിൽ മുഴുവൻ കൊലപാതകത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് CPM നേതാക്കൾ വരുന്നു. ഈ രീതിയിലുള്ള ചോദ്യങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതൊരു CBI അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യമുണ്ടോ? ഉന്നതതല ഗൂഢാലോചന ഇതിനകത്ത് വിഷയമാണ്. VS അച്യുതാനന്ദൻ പറയുന്നു ഉന്മൂലന രാഷ്ട്രീയം പാർട്ടിയുടെ രീതിയല്ല എന്ന് പറയുമ്പോൾ ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്തം പാർട്ടിയെ തന്നെ ഏൽപ്പിക്കുന്നത് പോലെയായി. ഒരു CBI അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല നടപടി. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരിൻ്റെ 1000-ാമത്തെ ദിവസം ആഘോഷിക്കുന്ന ആ സമയത്ത് തന്നെയാണ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ വളരെ ബുദ്ധിപൂർവം ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ലക്ഷണമാണ്. അദ്ദേഹം പിന്നെ പ്രാദേശിക തലത്തിലൊരു നേതാവാണ് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പറോ എന്തോ ആയിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധം ഉണ്ടാവേണ്ടേ? അദ്ദേഹം CPM-ൻ്റെ ദീർഘകാലത്തെ പ്രവർത്തകനല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി ചെന്ന് ചാടിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലും മറ്റ് പല ജില്ലകളിലും ഉണ്ടായിരിക്കുന്ന പല കേസുകളിലും ഇപ്പോൾ CBI അന്വേഷണം വന്നു. CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നേതാക്കന്മാർ പലരും ഇപ്പോൾ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഷുഹൈബ് കൊലയുടെ കേസും ആ മട്ടിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലബാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖം ജനങ്ങൾക്കിടയിൽ രക്ഷിക്കാൻ, അതിൻ്റെ ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തങ്ങളുടെ ഒരു സിൻസിയറിറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വികൃതമായിട്ട് ഒരവസ്ഥയിലേക്ക് CPM-ന്റെ മുഖം എത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഒരവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, ആ ഒരു ഭീകരാവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ കല്യാട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള പരാതികളൊക്കെ വളരെ സ്വാഭാവികമാണ്. അതിനകത്ത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു. പക്ഷേ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. കാരണം ഈ അന്വേഷണത്തിനകത്ത് ജനങ്ങൾക്ക് തൃപ്തിയില്ല, ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് തൃപ്തിയില്ല. സ്വാഭാവികമായിട്ടും കുടുംബങ്ങളുടെ വാക്കാണല്ലോ ഏറ്റവും പ്രധാനം.
അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ അത് അന്വേഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകും. സർക്കാർ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളുടെ വികാരം എന്താണോ ആ വികാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു നിലപാട് കഴിഞ്ഞ കാലത്ത് ടി.പി. ചന്ദ്രശേഖരൻ അതൊക്കെ വന്ന സമയത്ത് എന്ത് തരം അന്വേഷണമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് അന്വേഷണ തലവനായിരുന്ന വിൻസെന്റ് പോൾ അടക്കമുള്ള ആളുകൾ ചന്ദ്രശേഖരൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ തരത്തിൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വികാരം കൂടി മനസ്സിലെടുത്തുകൊണ്ട് അവരുടെ കുടുംബങ്ങളുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു 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 മനുഷ്യത്വത്തോടു കൂടിയുള്ള സമീപനത്തിലേക്ക് കേരള പോലീസ് പോവേണ്ടതാണ്. അല്ലാണ്ട് കേസ് ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ ചില ആളുകളെ പിടിച്ചു കഴിഞ്ഞു, അതോടുകൂടി എല്ലാം തീർന്നു എന്ന് ഒട്ടിലൊക്കെ പറഞ്ഞാലും ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് ഒന്നുമുള്ളതല്ല, യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇന്ന് ഉത്തര കേരളത്തിൽ മലബാർ പ്രദേശത്ത് CPM-ന്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. അങ്ങേയറ്റം ക്രിമിനലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, ക്രിമിനലുകളാൽ അധിവസിക്കപ്പെടുന്ന, ക്രിമിനലുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നു. അത് വളരെ വളരെ ഖേദകരമാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അപമാനകരമാണ്. ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ബാധ എങ്ങനെ ഒഴിപ്പിക്കാനാകും CPM-ന്? ഇടതുപക്ഷത്തെ ഒരു സർക്കാരിന്റെ വികസന പദ്ധതികൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഥ തുടങ്ങുന്നു. തെക്ക് വശത്തു നിന്നും വടക്ക് വശത്തു നിന്നും ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തമായ പാർട്ടി വിയർക്കുകയാണോ മറ്റ് ഘടകകക്ഷികൾക്ക് മുന്നിൽ? വടക്കൻ മേഖല ജാഥ ക്യാപ്റ്റൻ കാനം രാജേന്ദ്രൻ ഈ വിഷയം പരാമർശിക്കുന്നതേ ഇല്ല. ഈ വിഷയത്തിനകത്ത് എം വി ഗോവിന്ദനാണ് ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM ഈ ബാധ ഒഴിപ്പിക്കും? കുറഞ്ഞ പക്ഷം CBI അന്വേഷണം എന്ന വിഷയത്തിലെങ്കിലും അഡമന്റ് അല്ലാത്ത ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ? CBI എൻക്വയറി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്, അല്ലാതെ കുറ്റവാളികളെ പിടിക്കാനുള്ള ഒരു ശരിയായ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. അത് BJP-യുടെയും കോൺഗ്രസിൻ്റെയും ആൻറ്റി CPM-ഉം ആൻറ്റി ലെഫ്റ്റുമായിട്ടുള്ള ഒരു പൊളിറ്റിക്സും ഉയർന്നു വരുന്ന മുദ്രാവാക്യമാണ്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഒരു പുകമറക്കകത്ത് CPM-നെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ നേരിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഈ ജാഥ കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ ജാഥയിലെ 2-3 സെൻറ്ററുകളിൽ പോയിട്ട് വരുന്ന ഒരാളാണ് ഞാനിന്ന്. ആ ജാഥയിൽ എല്ലാ ആളുകൾക്കും ഓരോ വിഷയം, ദേശീയ രാഷ്ട്രീയം പറയാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ വികസനം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രതികരണങ്ങൾ. ആ ജാഥ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയെ സജ്ജമാക്കുന്ന ഒരു ജാഥയാണ്. ഞങ്ങളുടെ സംഘടനാ രംഗത്തെടുത്തിരിക്കുന്ന നിലപാടുകളുമായി കരുത്തോടുകൂടി മുന്നോട്ട് പോകും. ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഞങ്ങളുടെ നിലപാട് സത്യസന്ധമായി വളരെ സുതാര്യമായ ഭാഷയിൽ ജനങ്ങളോട് വിശദീകരിക്കും. പാർട്ടി ഇത്തരം തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പാർട്ടിയുടെ അംഗീകൃത നിലപാടുകൾക്ക് വിരുദ്ധമായി സംഭവിച്ച ഈ തെറ്റുകൾ ചെയ്ത ആളുകളെ പാർട്ടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതല്ല. പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാടില്ല. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിച്ച് എല്ലാ തരങ്ങളിലും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. എൻ്റെ സുഹൃത്ത് NB ചെക്കുട്ടി CPM ആകെ അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് ആകെ അബദ്ധമായിപ്പോയെന്നും പറയണ്ട. അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. സമൂഹത്തിൽ ആകെ നടക്കുന്ന ക്രിമിനൽവൽക്കരണത്തിൻ്റെ ഏറിയും കുറഞ്ഞുമുള്ള സ്വാധീനം നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളിലും എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുകയും അത് തിരിച്ചറിയുകയും അത്തരം സ്വാധീനങ്ങളെ, തെറ്റായ പ്രവണതകളെ പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്നും അതിൻ്റെ പ്രവർത്തകരകത്തു നിന്നും ഒഴിവാക്കാൻ ആവശ്യമായ വളരെ വിജിലൻ്റായ ഇടപെടലുകളും അതിനാവശ്യമായിട്ടുള്ള സംഘടനാ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പോലെ ഈ അങ്ങനെ ഡീജനറേറ്റ് ചെയ്തൊരു പാർട്ടിയല്ല CPM. CPM അങ്ങനെ അപജയപ്പെട്ടൊരു പാർട്ടിയല്ല. CPM-നകത്ത് തെറ്റായ പ്രവണതകൾ ഉണ്ടായി, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാശയത്തിൻ്റെ മുകളിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന കെട്ടിപ്പടുക്കുകയും ചെയ്യുമ്പോൾ ആ ആശയത്തെ 100% സ്വാംശീകരിച്ചവരാണ് അതിൻ്റെ അണികൾ നമുക്ക് കാണാൻ കഴിയില്ല. ചിലപ്പോൾ അതിൻ്റെ ആശയ കേന്ദ്രീകരണത്തിന് വഴിവിട്ടു പോകും. അങ്ങനെ വഴിവിട്ടു പോകുന്ന ആളുകളെ പാർട്ടി അംഗീകരിക്കില്ല, പാർട്ടി അവരെ സംരക്ഷിക്കില്ല എന്ന ഒരു നിലപാട് കൃത്യമായി പാർട്ടി വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM വടക്കേ മലബാറിലാകെ CPM നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതല്ലേ. CPM ക്ലാസിൻ്റെയും ബഹുജനങ്ങളുടെയും സംഘടനകളും സമരങ്ങളും മാത്രമല്ല, മാറി വരുന്ന കേരളീയ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ട് അതിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് വിപുലമായ ഒരു ബഹുജന പ്രസ്ഥാനമായ ആത്മവിശ്വാസം കൊണ്ടാണോ സാംസ്കാരിക നായകരാരും ഈ വിഷയത്തിനകത്ത് ശബ്ദമുയർത്താത്തതും പ്രതികരിക്കാത്തതും? അല്ല, അത് സാംസ്കാരിക നായകരെല്ലാം ശക്തമായി ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തെ, ഈ പെരിയ കൊലപാതകത്തെ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനും അംഗീകരിച്ചിട്ടില്ല. ഇത് പാടില്ലാത്തതാണ്.
CPM പോലുള്ളൊരു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഒരിക്കലും അഭികാമ്യമല്ല ഈ പ്രവണതയെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്നെൻ്റെ ഫേസ്ബുക്ക് വാളിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒരുപോലെ വന്നിട്ട് സച്ചിദാനന്ദൻ എച്ചിദാനന്ദൻ എന്നൊക്കെ എഴുതി വിടുകയാണ്. അത് വളരെ കോൺഷ്യസ് ആണ്. സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന നവലിബറലിസത്തെ അതിശക്തമായി ചിന്താരംഗത്ത് എതിർക്കുന്ന കേരളത്തിലെ ബുദ്ധിജീവികൾ, ആ ബുദ്ധിജീവികളൊക്കെ വളരെ മോശക്കാരാണ് എന്ന് വരുത്താനുള്ള, അവരെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ്. ഞങ്ങളോടൊക്കെ വ്യക്തിപരമായി തന്നെ കേരളത്തിലെ നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും വളരെ ജാഗ്രതയോടുകൂടി പരസ്യമായ അവർ പ്രസ്താവനകൾ ഈ സംഭവത്തെ അവലംബിക്കുകയും ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്നവർക്ക് പാർട്ടി ഒരു മടിയുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചു വെച്ചോ, അനാവശ്യമായ അജ്ഞത സൃഷ്ടിച്ചോ, എന്താണ് CPM എന്താണ് എന്തോ ഒരു വല്ലാത്ത ദുഷ്കൃത്യത്തെ ന്യായീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ മൗനം പാലിക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർച്ചയായ ചില രാഷ്ട്രീയ അല്ല, അദ്ദേഹത്തോടൊന്ന് നിർത്താൻ പറയൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ വിഷയത്തിൽ ഏത് സാംസ്കാരിക നായകന്മാരാണ് പിന്നെ അങ്ങേയറ്റം അപലപിച്ചിട്ടുള്ളത്? ഈ സാംസ്കാരിക നായകന്മാരെ ഓർത്ത് സാംസ്കാരിക കേരളം ലജ്ജിക്കുന്നു. CPMന്റെ പിണിയാളുകളായി സർക്കാരിന്റെ എച്ചിൽ കഷ്ണത്തിന് വേണ്ടി എച്ചിൽ പാത്രത്തിന് കൈയിട്ട് വരാൻ നിൽക്കുന്ന സാംസ്കാരിക നായകരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. സൂര്യന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെക്കുറിച്ചും അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഈ സാംസ്കാരിക നായകർ ഇത്തരത്തിൽ 2 ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് പോലും അതിനോടൊരു അക്ഷരം ഉരിയാടുവാൻ തയ്യാറാകാത്ത കുറെ സാംസ്കാരിക നായകന്മാരെ സാംസ്കാരിക നായകന്മാരാണോ ഇനി അവരെ നമ്മൾ പിന്നെ അഭിവാദ്യം ചെയ്യേണ്ടത്? ഇവരൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സാംസ്കാരിക നായകന്മാരുടെ കുപ്പായം എടുത്തിട്ട് ഇറങ്ങിയിരിക്കുക. ഈ കുപ്പായം വലിച്ചു കീറുകയാണ് വേണ്ടത്. അത് കേരളീയ സമൂഹം വലിച്ചു കീറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ പാർട്ടിക്ക്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇതിനെല്ലാം ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നാണ്. ശരിയായിരിക്കാം. TP ചന്ദ്രശേഖരനെ പോലെ ഒരാളിനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 51 വെട്ടിക്കൊലപ്പെടുത്തിയിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ അധികാരത്തിലേക്ക് വന്നു എന്ന LDF സർക്കാർ അധികാരത്തിൽ വന്നു എന്ന ധാർഷ്ട്യമായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതിന് കാരണം. പക്ഷേ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ചുട്ട മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. ഞാൻ മറ്റ് രാഷ്ട്രീയമൊന്നും കൂടുതൽ കടത്തിപ്പറയാനും അങ്ങയുടെ അങ്ങയുടെ ചിന്താധാരകൾക്കപ്പുറമായുള്ള പരത്തിപ്പറയുന്ന രാഷ്ട്രീയ നിലപാടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, തെരഞ്ഞെടുപ്പ് ഒരു പടിവാതിക്കലാണ്. ആ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയിട്ട് ഇത്തരത്തിലുള്ള ന്യായീകരണവുമായി വന്നാൽ അത് മുഖ്യമന്ത്രിയല്ല, KT കുഞ്ഞിക്കണ്ണനല്ല, ഏറ്റവും താഴെയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല, ബ്രാഞ്ച് സെക്രട്ടറി വന്നാലും കേരളത്തിലെ പൊതുസമൂഹം അത് തള്ളിക്കളയും. തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ. ശ്രീ NP ചെക്കുട്ടി, രാഷ്ട്രീയ സാഹചര്യം, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സാഹചര്യം മാറണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. ഒരു ചാനൽ ചർച്ച പോലും നടത്തുന്നത് ആ ഒരു വിഷയം തന്നെ മുന്നിൽ നിൽക്കണം എന്നതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിലെ സാംസ്കാരിക നായർ അത് എടുത്തു പറയാതെ വയ്യ. പിന്നെ പ്രതികരിക്കാം, ഇപ്പോൾ ഞങ്ങൾ സാഹിത്യത്തിന്റെ തിരക്കിലാണ് എന്ന് തന്നെയാണ് ഈ വിഷയത്തിനകത്ത് പറയുന്നത്. ആരുടെയും നാവിൻ തുമ്പിലോ പേനത്തുമ്പിലോ അല്ല എന്ന് CPM എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുകൂടി ചേർത്ത് അതിന് കൂടെ വായിക്കണം. മാധ്യമങ്ങളെ കൂടി അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അല്ല, അതിപ്പം സാംസ്കാരിക നായകര് എവിടെ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ അവരോട് ചോദിക്കലാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അവരൊക്കെ ചില ദന്തഗോപുരങ്ങളിൽ വസിക്കുന്ന ആളുകളാണ്. അവർക്ക് എഴുത്ത് എപ്പോൾ വരും എന്നൊന്നും പറയാൻ കഴിയില്ല. കവിത എപ്പോൾ വരും, കവിതയൊക്കെ അതിൻ്റെ ഒരു സമയത്തിന് വരും. അപ്പം ചിലപ്പം ഒരുപക്ഷെ പ്രതികരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളടക്കം ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളെ അതൊക്കെ പോട്ടെ, എന്ത് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളടക്കമുള്ള ജനങ്ങളോട് സംവദിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്, ജനങ്ങളോട് സംവദിക്കേണ്ടതാണ്, ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ പിന്നെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കുടുംബത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥമാണ്. ആ കുട്ടിയുടെ, ഈ കൃപേഷ് എന്ന കുട്ടിയുടെ വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഈ തരത്തിലുള്ള ഒരു അവസ്ഥ, ഒരു ചെറ്റക്കൂടിനകത്ത് 5-8 മനുഷ്യജീവികൾ ഒന്നിച്ച് കഴിഞ്ഞു
വിടുകയാണ്. നമുക്ക് നാണമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭരിക്കുന്ന ആളുകൾ അവിടെ പോയി അവരോട് മാപ്പ് പറയേണ്ടതാണ്. ഒരു മന്ത്രി പോയത് നന്നായി, കാരണം ആ മന്ത്രി പോയത് തെറ്റാന്ന് വേറെ ഒരാൾ പറയുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയിട്ട് കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വികാരങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് നമ്മുടെ തീർച്ചയായും ശ്രീ എൻ പി ചെക്കുട്ടി ആ വാക്കുകളിൽ തന്നെ അവസാനിപ്പിക്കുന്നു ചർച്ച. ഏതായാലും ആ സമീപനത്തോടു കൂടി തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത്. സമയപരിമിതി കൊണ്ടാണ് ഇടപെട്ടത് ശ്രീ എൻ പി ചെക്കുട്ടി. പെരിയ ഇരട്ടക്കൊലപാതകത്തെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണോ എന്ന ചോദ്യമായിരുന്നു പ്രേക്ഷകരോട് ചോദിച്ചത്. അതേ എന്ന് 64%, അല്ല എന്ന് 36% പ്രേക്ഷകരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ എൻ പി ചെക്കുട്ടി. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.